അബുദാബി ജനസംഖ്യയുടെ 90% പ്രവാസികളുള്ള രാജ്യമായ യുഎഇ നിർണായക നീക്കത്തിൽ സ്വദേശിവത്കരണത്തിന്റെ ഭാഗമായി കൂടുതൽ മേഖലകളിൽ യുഎഇ പൗരന്മാർക്ക് തൊഴിൽ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. 2000-ലാണ് സ്വദേശിവത്കരണം രാജ്യത്ത് ആരംഭിച്ചത്. ഇടയ്ക്ക് ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. തൊഴിൽ രംഗങ്ങൾ ശുഷ്കിച്ചു വരുന്ന ഈ AI ഓട്ടോമേഷൻ കാലത്തെ അതിജീവിക്കുന്ന മറ്റ് സാധ്യതകളെ അന്വേഷിക്കുന്നവർക്കായി ഇന്ന് ഇന്ത്യൻ ഗവൺമെന്റ് പോലും പ്രതീക്ഷ അർപ്പിച്ച ഒരു പദ്ധതി സാധാരണക്കാരെ ലക്ഷ്യം വെച്ച് അതിവേഗം വികസിച്ചു വരുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയൂ. ഈ വീഡിയോയുടെ താഴെയുള്ള റിലേറ്റഡ് വീഡിയോ ബട്ടൺ അമർത്തുക. അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. 2030ഓടെ ഇൻഷുറൻസ് മേഖലയിൽ 60% വരെ സ്വദേശികളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നതാണ് ഇപ്പോൾ രാജ്യം ലക്ഷ്യമിടുന്നത്. ഇന്നലെ ചേർന്ന ഫെഡറൽ നാഷണൽ കൗൺസിൽ FNC സെഷനിൽ യുഎഇ ധനകാര്യ സഹമന്ത്രി മുഹമ്മദ് അൽ ഹുസൈനിയാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ഇൻഷുറൻസ് മേഖലയിൽ എമിറേറ്റൈസേഷൻ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. 2025 ജൂൺ 1 വരെയുള്ള കണക്കനുസരിച്ച് യുഎഇ ഇൻഷുറൻസ് മേഖലയിൽ ജോലി ചെയ്യുന്ന 9773 പേരിൽ 2159 സ്വദേശികളാണ്. ഇത് 22.09% എമിറേറ്റൈസേഷൻ നിരക്കിന് തുല്യമാണ്. 2022-ൽ 13.34%വും 2024-ൽ 21.64%വുമാണിത്. 2026 ആകുമ്പോഴേക്കും സ്വദേശിവത്കരണം 30%-മായി ഉയർത്താനും ഭാവിയിൽ പ്രതിവർഷം 3% കൂടുതൽ വളർച്ച കൈവരിക്കാനുമാണ് ലക്ഷ്യമിടുന്നതെന്നും മുഹമ്മദ് അൽ ഹുസൈനി പറഞ്ഞു. എന്താണ് എമിറേറ്റൈസേഷൻ? തൗതീൻ എന്നും അറിയപ്പെടുന്ന എമിറേറ്റൈസേഷൻ അഥവാ സ്വദേശിവത്കരണം തൊഴിൽ രംഗത്ത് പ്രത്യേകിച്ച് സ്വകാര്യ മേഖലകളിൽ യുഎഇ പൗരന്മാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള സർക്കാരിന്റെ തന്ത്രപരമായ നീക്കമാണ്. രാജ്യത്തിന്റെ സുസ്ഥിരത, മത്സരശേഷി, വിജ്ഞാനാധിഷ്ഠിത സമ്പദ്വ്യവസ്ഥ എന്നിവ വർദ്ധിപ്പിക്കുകയും ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. രാജ്യത്തെ പ്രവാസികളുടെ എണ്ണം വളരെ കുറവായതിനാൽ സ്വകാര്യ മേഖലകളിൽ സ്വദേശികളുടെ എണ്ണം വളരെ കുറവാണ്. സ്വദേശിവത്കരണം യുഎഇയിലുടനീളം എല്ലാ എമിറേറ്റുകളിലും ബാധകമാണ്. സ്വദേശിവത്കരണത്തിന് നേതൃത്വം നൽകുന്നതിനായാണ് നഫീസ് എന്നറിയപ്പെടുന്ന എമിറാറ്റി ഹ്യൂമൻ റിസോഴ്സസ് കോമ്പറ്റിറ്റീവ്നെസ് കൗൺസിൽ സ്ഥാപിച്ചത്. സ്വദേശികൾക്ക് ജോലി നൽകുന്നതിന് നഫീസ് കമ്പനികൾക്ക് പ്രോത്സാഹനം നൽകുന്നു. ഇതിൽ എന്തെങ്കിലും ലംഘനം വരുത്തിയാൽ കർശനമായ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും.